Hi friends, welcome to Neha Food Stories. ഞാൻ ഷഹറൂബ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് റെഡ് സോസ് പാസ്ത റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ടൊമാറ്റോസ് കുക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി 4 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തക്കാളി എടുത്ത് 4 സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കണം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നെല്ലാം പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മിക്സിയിൽ നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തത്, ബേസിൽ ലീവ്സ് അര ടീസ്പൂൺ, ഒറിഗാനോ അര ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് കുറുകി വരണം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഈ തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സോസൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. 2 കപ്പ് പാസ്തയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പാസ്തയും സോസും എല്ലാം റെഡിയായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ് സോസ് പാസ്ത റെഡിയായി. ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണ്. 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പാസ്തയാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ചീസ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.